മാത്തമാറ്റിക്സിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് പാർട്ട് 2. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് എന്ന സെക്കൻഡ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തു. അവിടെ നമ്മൾ ബൈജക്റ്റീവ് ഫങ്ഷൻസ് അല്ലാത്ത ട്രിഗണോമെട്രിക് ഫങ്ഷൻസിനെ എങ്ങനെ അതിൻ്റെ ഡൊമൈനെ പ്രത്യേകം ഇൻ്റർവെൽസിൽ റെസ്ട്രിക്റ്റ് ചെയ്ത് അവയെ എങ്ങനെ ബൈജക്റ്റീവ് ഫങ്ഷൻസ് ആക്കാമെന്നും അങ്ങനെ ബൈജക്റ്റീവ് ഫങ്ഷൻസ് ആക്കി കഴിയുമ്പോൾ അവരുടെ ഇൻവേഴ്സ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്നും നമ്മൾ പഠിച്ചു. സൈൻ, കോസ്, കൊസീക്ക്, സീക്ക് എന്നീ 4 ട്രിഗണോമെട്രിക് ഫങ്ഷൻസിൻ്റെ ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ ടാൻ ഫംഗ്ഷൻ്റെയും കോട്ട് ഫംഗ്ഷൻ്റെയും ഇൻവേഴ്സ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് ആണ് പഠിക്കാൻ പോകുന്നത്. ഇതാണ് ടാൻജൻറ്റ് ഫംഗ്ഷൻ്റെ ഗ്രാഫ്. ഈ കർവ്സ് എല്ലാം കൂടി ഒന്നിച്ച് വരുന്നതാണ് ടാൻജൻറ്റ് ഫംഗ്ഷൻ. ടാൻജൻറ്റിൻ്റെ ഡൊമൈൻ എന്താണ്? r മൈനസ് സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ഇക്വൽ ടു 2n+1 × π/2. അതായത് 90യുടെ ഓഡ് മൾട്ടിപ്പിൾ ക്യാപിറ്റൽ ആറിൽ നിന്നും മൈനസ് ചെയ്യുന്നതാണ് ടാൻജൻറ്റിൻ്റെ ഡൊമൈൻ. 90യുടെ ഓഡ് മൾട്ടിപ്പിൾസിലെല്ലാം കോസ് 0 ആകുന്ന കോസ് 0 ആകുന്നിടത്തൊന്നും ടാൻ ഡിഫൈൻഡ് അല്ല. അതുകൊണ്ടാണ് ടാൻ്റെ ഡൊമൈൻ എന്ത് വന്നത്? r മൈനസ് സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ഇക്വൽ ടു 2n+1 × π/2 n എലമെൻറ്റ് z എന്ന് വന്നത്. അതിൻ്റെ റേഞ്ച് ക്യാപിറ്റൽ R ആണ്. ഇവിടെ ഒരുപാട് കർവ്സ് കിടപ്പുണ്ട്. ടാൻ എന്ന ഫംഗ്ഷന് തന്നെ ഒന്നിലധികം കർവ്സ് കിടപ്പുണ്ട്. ഇവിടെ ഈ ഗ്രാഫിലുള്ള കർവ്സ് എല്ലാം കൂടി ചേരുന്നതാണ് ടാൻ ഫംഗ്ഷൻ്റെ ഗ്രാഫ്. ഓരോ കർവും സെയിം ആണ്, y വാല്യൂസ് സെയിം ആണെന്ന് നമുക്ക് കാണാം. ഓരോ കർവിൻ്റെയും y വാല്യൂസ് സെയിം ആണെന്ന് നമുക്ക് കാണാം. എന്നാൽ എക്സ് ഡിഫറെൻ്റ് ആണ്. ഡിഫറെൻ്റ് എക്സിന് സെയിം y വാല്യൂസ് വന്നതുകൊണ്ട് ഈ ഫംഗ്ഷൻ എന്തല്ല? ബൈജക്റ്റീവ് ഫംഗ്ഷൻ അല്ല. ഈ ഡോട്ടഡ് ലൈൻസ് കൊടുത്തിരിക്കുന്നതാണ് 90യുടെ ഓഡ് മൾട്ടിപ്പിൾസ്. അവിടെയൊന്നും ഈ കർവ് ടച്ച് ചെയ്യില്ല, അവിടെയൊന്നും ടാൻ ഡിഫൈൻഡ് അല്ല. നേരത്തെയുള്ള ഫംഗ്ഷൻസിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഇതിൻ്റെയും ഡൊമൈനിനെ ചില പ്രത്യേക ഇൻ്റർവെൽസിൽ റെസ്ട്രിക്റ്റ് ചെയ്താൽ നമുക്ക് ഇതിനെ ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആക്കാം. ഇവിടെ നമുക്ക് ഏതൊക്കെ ഇൻ്റർവെൽസിലാണ് റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റുന്നത് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ടാനിനെ -90 തൊട്ട് +90 വരെയുള്ള പോർഷനിൽ നോക്കിയാൽ അത്രയും പാർട്ടിൽ നമുക്ക് കാണാം y വാല്യൂസ് ഒന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ആ ഒരു പോർഷനിൽ നമ്മുടെ ടാൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ബൈജക്റ്റീവാണ്. ഇനി വേറൊരു ഇൻ്റർവെൽ നോക്കാം. റൈറ്റിലേക്ക് 90 തൊട്ട് 3π/2 വരെയുള്ള പോർഷൻ. ഇവിടെയും π/2 3π/2 എന്ന് പറയുന്ന ആ ലൈൻസിൽ കർവ് ടച്ച് ചെയ്യില്ല. അതുകൊണ്ട് നമ്മൾ ഇൻ്റർവെൽ എടുക്കുമ്പോൾ ഓപ്പൺ ഇൻ്റർവെൽ ആയിട്ടാണ് എടുക്കുന്നത്. അപ്പം 90 തൊട്ട് 3 × 90 വരെ, അതായത് π/2 3π/2 എന്ന് പറയുന്ന പോർഷനിലും ടാൻ ഫംഗ്ഷൻ 1/1/2 ഫംഗ്ഷനാണ്. അതുപോലെ 3π/2 തൊട്ട് 5π/2 വരെയുള്ള പോർഷൻ അവിടെയും 1/1/2 ആയിരിക്കും. ലെഫ്റ്റിലേക്കും നമുക്ക് നോക്കാൻ പറ്റും. ലെഫ്റ്റിലേക്ക് നോക്കുവാണെങ്കിൽ -3π/2 തൊട്ട് -π/2 വരെയുള്ള പോർഷൻ അവിടെയും ടാൻ ബൈജക്റ്റീവ് ഫംഗ്ഷനായിട്ട് വരും. അതുപോലെ ലെഫ്റ്റിലേക്ക് വീണ്ടും നോക്കിയാൽ -5π/2 തൊട്ട് -3π/2 വരെയുള്ള പോർഷൻ അവിടെയും ടാൻ ഫംഗ്ഷൻ ബൈജക്റ്റീവാണ്. അപ്പോൾ ഈ ഡോട്ടൽ ലൈൻസ് ഇട്ടേക്കുന്ന ഓരോരോ പോർഷനായിട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെയെല്ലാം നമ്മുടെ ടാൻ ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആകുന്നുണ്ട്. അപ്പോൾ എവിടെയൊക്കെയാണ്? ടാനിനെ -90 ടു +90 വരെയുള്ള പോർഷൻ ഓപ്പൺ ഇൻ്റർവെൽ ആണെന്ന് മറക്കരുത്. കാരണം 90യും -90യും +90യും കർവ് ടച്ച് ചെയ്യുന്ന പോർഷൻസ് അല്ല, അവിടെ ടാൻ ഡിഫൈൻഡ് അല്ല. അതുകൊണ്ടാണ് ഓപ്പൺ ഇൻ്റർവെലായിട്ട് എടുത്തിരിക്കുന്നത്. അതുപോലെ 90 ടു 3 × 90, അതായത് π/2 3π/2 ആ പോർഷനിലും ബൈജക്റ്റീവാണ്. 3π/2 ടു 5π/2 അവിടെയും ടാൻ ഫംഗ്ഷൻ ബൈജക്റ്റീവാണ്. അതുപോലെ ലെഫ്റ്റിലേക്ക് നോക്കിയാൽ -3π/2 -π/2, അതുപോലെ വീണ്ടും -5π/2 -3π/2 അങ്ങനെ അങ്ങോട്ട് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഇൻഫിനിറ്റ് ഇൻ്റർവെൽസിൽ നമുക്ക് ടാൻ എന്ന ഫംഗ്ഷനെ ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആക്കാം. ഇവിടെ എല്ലാം ടാൻ എന്തായി? ബൈജക്റ്റീവ് ഫംഗ്ഷനായി. ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഇൻവേഴ്സിനെ ഡിഫൈൻ ചെയ്യാം. അങ്ങനെ പല പല ഇൻ്റർവെൽസിൽ നമുക്ക് ഇൻവേഴ്സിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് അവിടെ നമുക്ക് പല പല ബ്രാഞ്ചസ് കിട്ടുന്നു. അതിലെ ഒരു ബ്രാഞ്ചിനായിട്ട് ഒരു ഇൻ്റർവെൽ റേഞ്ചായിട്ട് വരുന്ന ബ്രാഞ്ചിനെ നമ്മൾ എന്ത് വിളിക്കും? പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചായിട്ട് നമ്മൾ ഫിക്സ് ചെയ്യും. അപ്പോൾ ഇവിടെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചായിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് 0 ഉൾപ്പെടുന്ന ആ ബ്രാഞ്ചാണ് -90 +90 എന്ന് പറയുന്ന ഓപ്പൺ ഇൻ്റർവെൽ -90 +90 ആണ് ഇവിടെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്. അതുകൊണ്ട് നമുക്ക് ടാനിൻ്റെ ഇൻവേഴ്സിനെ എവിടെ ഡിഫൈൻ ചെയ്യാം? ടാൻ ഇൻവേഴ്സ് ഈസ് ഫ്രം
ക്യാപിറ്റൽ ആർ ടു ഓപ്പൺ ഇൻ്റർവെൽ -π/2 +π/2. ടാൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് പോലെ തന്നെയാണ് കോട്ട് ഫംഗ്ഷനും ഡിഫൈൻ ചെയ്യുന്നത്. കോട്ടിനെ നമുക്ക് കോസ് ബൈ സൈൻ എന്ന് എഴുതാം. ഡിനോമിനേറ്ററിൽ സൈനാണ് വരുന്നത്. അതുകൊണ്ട് സൈൻ 0 ആകുന്ന പോർഷനിലൊന്നും നമുക്ക് കോട്ടിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. സൈൻ 0 ആകുന്നത് n പൈകളിലാണ്. അതുകൊണ്ട് കോട്ടിൻ്റെ ഡൊമെയിൻ എന്തായിട്ട് മാറും? ക്യാപിറ്റൽ ആറിൽ നിന്നും സൈൻ 0 ആകുന്ന നമ്പേഴ്സിനെ ഒരു സെറ്റാക്കി എടുത്ത് മൈനസ് ചെയ്ത് നമ്മൾ മാറ്റണം. അപ്പോൾ കോട്ടിൻ്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ മൈനസ് സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ഈക്വൽ ടു n/, n എലമെൻറ്റ് ഇസഡ്. അതാണ് ഡൊമെയിൻ. റേഞ്ച് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആറാണ്. ടാൻ ഫംഗ്ഷൻ്റെ ഗ്രാഫിനെ പോലെ സാദൃശ്യമുള്ളത് തന്നെയാണ് കോട്ട് ഫംഗ്ഷൻ്റെ ഗ്രാഫും. ഈ എല്ലാ കർവ്സും കൂടി ചേരുമ്പോഴാണ് കോട്ടിൻ്റെ ഗ്രാഫ് ആകുന്നത്. ഇവിടെയും ഡിഫറെൻറ്റ് എക്സ് വാല്യൂസിന് സെയിം വൈ വാല്യൂസ് വരുന്നുണ്ട്. കോട്ട് ഫംഗ്ഷൻ ബൈജക്റ്റീവ് അല്ല. നമുക്ക് ചില പ്രത്യേക ഇൻ്റർവെൽസിൽ റെസ്ട്രിക്റ്റ് ചെയ്താൽ കോട്ടിനെ ബൈജക്റ്റീവ് ആക്കാം. ഏതൊക്കെ ഇൻ്റർവെൽസ് ആണെന്ന് നോക്കിയാൽ മനസ്സിലാകും. ഒന്ന് 0π. ഇവിടെയും ഡോട്ടഡ് ലൈൻസ് ഇട്ടേക്കുന്ന പോർഷനിൽ, അതായത് n പൈകളിലാണ് 0, π, 2π, 3π തുടങ്ങിയ വലതുവശത്തേക്കും -π, -2π, -3π തുടങ്ങിയ നമ്പേഴ്സ് ഇടത്ത് വശത്തേക്കും നമ്മൾ ഡോട്ടഡ് ലൈൻസായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഡോട്ടഡ് ലൈൻസിലൊന്നും കർവ് ടച്ച് ചെയ്യില്ല. ആ ലൈൻസിൽ കോട്ട് ഡിഫൈൻഡ് അല്ല. അപ്പോൾ നമ്മളിവിടെ 0π എന്ന് പറയുന്ന ഒരു ഇൻ്റർവെൽ എടുത്തു. അവിടെ കോട്ട് ബൈജക്റ്റീവ് ഫംഗ്ഷനായി. കാരണം y വാല്യൂസ് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അടുത്ത വേറൊരു ഇൻ്റർവെൽ നോക്കാം. π 2π. ഓപ്പൺ ഇൻ്റർവെൽ π 2πയിലും കോട്ട് ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആണ്. വലതുവശത്തേക്ക് നോക്കുവാണെങ്കിൽ ഇനിയും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 2π 3π എന്ന് പറയുന്ന ഭാഗത്തും കോട്ട് ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആണ്. ഇനി അടുത്ത വശത്തേക്ക് നോക്കാം. 0യുടെ ലെഫ്റ്റിലേക്ക് നോക്കിയാൽ ഓപ്പൺ ഇൻ്റർവെൽ -π 0 എന്ന് പറയുന്ന ഭാഗത്തും കോട്ട് ബൈജക്റ്റീവ് ആണ്. അതുപോലെ -2π തൊട്ട് -π വരെയുള്ള പോർഷൻ ഓപ്പൺ ഇൻ്റർവെൽ -2π -π ഈ പോർഷനിലും നമുക്ക് കോട്ടിനെ ബൈജക്റ്റീവ് ആണെന്ന് കാണാം. അതായത് നമ്മുടെ ഏതൊക്കെയായിരുന്നു ഇൻ്റർവെൽസ്? 0πയിൽ കോട്ട് ബൈജക്റ്റീവ് ആണ്. π 2πയിൽ കോട്ട് ബൈജക്റ്റീവ് ആണ്. 2π 3π എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ നിന്നും ആറിലേക്ക് ഡിഫൈൻ ചെയ്താലും കോട്ട് ബൈജക്റ്റീവ് ആണ്. അതുപോലെ ലെഫ്റ്റിലേക്ക് -π 0 ഓപ്പൺ ഇൻ്റർവെൽ -π 0. അതുപോലെ ഓപ്പൺ ഇൻ്റർവെൽ -2π -π. അങ്ങനെ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും നമുക്ക് ഇഷ്ടംപോലെ ഇൻ്റർവെൽസ് കണ്ടുപിടിക്കാം. ടാനിൻ്റെയും കോട്ടിൻ്റെയും കേസിൽ നമ്മുടെ ഇൻ്റർവെൽസ് എല്ലാം ഓപ്പൺ ഇൻ്റർവെൽസ് ആണ്. കാരണം ആ ഡോട്ടഡ് ലൈൻസ് നമ്മുടെ ഡൊമൈനിൽ വരാൻ പാടില്ല. ഡോട്ടഡ് ലൈൻസിൽ ആ ഫങ്ഷൻസ് ഡിഫൈൻഡ് അല്ല. അവിടെ കർവ് ടച്ച് ചെയ്യില്ല. അതുകൊണ്ടാണ് നമ്മൾ ഓപ്പൺ ഇൻ്റർവെല്ലായിട്ട് ആ പോർഷനെ എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഈ ഓപ്പൺ ഇൻ്റർവെൽസിലെല്ലാം നമ്മുടെ കോട്ട് ഫംഗ്ഷൻ എന്താണ്? ബൈജക്റ്റീവ് ഫംഗ്ഷനാണ്. അതുകൊണ്ട് ആ ഇൻ്റർവെൽസിലെല്ലാം നമുക്ക് എന്ത് ഡിഫൈൻ ചെയ്യാം? കോട്ടിൻ്റെ ഇൻവേഴ്സിനെ ഡിഫൈൻ ചെയ്യാം. അങ്ങനെ പല പല ഇൻ്റർവെൽസിൽ നമുക്ക് കോട്ട് ഇൻവേഴ്സിൻ്റെ പല പല ബ്രാഞ്ചസ് കിട്ടും. അതിൽ ഒരു ബ്രാഞ്ചിനെ നമ്മൾ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചായി ഫിക്സ് ചെയ്യും. ഇവിടെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് 0 ഉൾപ്പെടുന്ന ആ ഓപ്പൺ ഇൻ്റർവെലാണ്. ഓപ്പൺ 0π ആണ് കോട്ടിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്. അങ്ങനെ നമുക്ക് കോട്ടിൻ്റെ ഇൻവേഴ്സിനെ ഡിഫൈൻ ചെയ്യാം. കോട്ട് ഇൻവേഴ്സ് ഈസ് ഫ്രം ക്യാപിറ്റൽ ആർ ടു ഓപ്പൺ 0π. അങ്ങനെ നമ്മുടെ 6 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസും ബൈജക്റ്റീവ് ഫംഗ്ഷൻസ് അല്ലായിരുന്നു. ഈ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ എല്ലാം ഡൊമൈനിനെ നമ്മൾ പ്രത്യേകം ഇൻ്റർവെൽസിൽ റെസ്ട്രിക്റ്റ് ചെയ്ത് അവയെ ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആക്കി എന്നിട്ട് അവയുടെ ഇൻവേഴ്സ് നമ്മൾ ഡിഫൈൻ ചെയ്തു. ഇതുവരെ നമ്മൾ 6 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെയും ഇൻവേഴ്സിനെ പറ്റിയാണ് പഠിച്ചത്. ഇനി നമുക്ക് അവയുടെ ഗ്രാഫ് ഒന്ന് പരിചയപ്പെടാം. നമുക്കറിയാം സൈൻ എക്സിൻ്റെ ഗ്രാഫാണ് ഈ കാണിച്ചിരിക്കുന്നത്. സൈൻ എക്സിനെ നമ്മൾ ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആക്കിയത് -π/2 മുതൽ +π/2 വരെയുള്ള പോർഷനിലായിരുന്നു. അപ്പോൾ ഈ പാർട്ടിലാണ് നമ്മൾ ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആക്കിയിട്ട് അതിൻ്റെ ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്തത്. സൈനിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നതാണ്. സൈനിൻ്റെ ഇൻവേഴ്സ് ആയിട്ട് -π/2 മുതൽ +π/2 വരെയുള്ള ഭാഗത്തുള്ള സൈൻ എക്സിൻ്റെ ഗ്രാഫാണ് ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫും അതിൻ്റെ ഇൻവേഴ്സിൻ്റെ ഗ്രാഫും y = x എന്ന് പറയുന്ന ലൈനിന് സിമ്മട്രിക് ആയിരിക്കും.
അതായത് y=x എന്ന് പറയുന്ന ലൈൻ ഒരു മിററായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫും അതിൻ്റെ ഇൻവേഴ്സിൻ്റെ ഗ്രാഫും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ റിഫ്ലക്ഷൻ ആയിരിക്കും, ഇമേജസ് ആയിരിക്കും. ഒരു ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് ആണോ മറ്റേ തന്നിരിക്കുന്ന കർവ് എന്ന് നമുക്ക് നോക്കാൻ y=x എന്ന് പറയുന്ന ലൈൻ വരച്ച് നോക്കിയാൽ മതി. അവർ പരസ്പരം സിമ്മട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ സൈൻ എക്സിൻ്റേത് മനസ്സിലായല്ലോ. അടുത്തത് നമ്മൾ നോക്കുന്നത് കോസ് എക്സിൻ്റെ ഗ്രാഫാണ്. കോസ് എക്സിൻ്റെ ഗ്രാഫ് നമുക്കറിയാം. ഇതാണ് കോസ് എക്സിൻ്റെ ഗ്രാഫ്. കോസിനെ നമ്മൾ എവിടെയായിരുന്നു പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചൊക്കെ ഉപയോഗിച്ച് ഡിഫൈൻ ചെയ്ത് ബൈജക്റ്റീവ് ആക്കിയത് എവിടെയായിരുന്നു? 0π എന്ന് പറയുന്ന പോർഷനിലാണ് കോസിനെ നമ്മൾ ബൈജക്റ്റീവ് ആക്കിയത്. ഈ കോസിൻ്റെ ഇൻവേഴ്സ് y=x എന്ന ലൈൻ അവിടെ വരച്ചിട്ടുണ്ട്. കോസിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്ന ഗ്രാഫാണ്. അപ്പോൾ y=x എന്ന് പറയുന്ന ലൈനിന് സിമ്മട്രിക്കാണ് കോസിൻ്റെ ഗ്രാഫും കോസിൻ്റെ ഇൻവേഴ്സിൻ്റെ ഗ്രാഫും. അടുത്തത് നമ്മൾ നോക്കുന്നത് ടാൻ എക്സിൻ്റെ ഗ്രാഫാണ്. ഇതാണ് ടാൻ എക്സിൻ്റെ ഗ്രാഫ്. ടാനിനെ നമ്മൾ ബൈജക്റ്റീവായിട്ട് ഡിഫൈൻ ചെയ്തത് -90 മുതൽ +90 വരെയുള്ള ഓപ്പൺ ഇൻ്റർവെല്ലായിരുന്നു. അപ്പോൾ ടാനിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് y=x എന്ന് പറയുന്ന ലൈനിന് സിമ്മട്രിക്കാണ്. ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നതാണ് ടാനിൻ്റെ ഇൻവേഴ്സ്. അടുത്തത് കോട്ടെക്സ്. ഇതാണ് കോട്ടെക്സിൻ്റെ ഗ്രാഫ്. കോട്ടിനെ നമ്മൾ ഓപ്പൺ 0πയിലായിരുന്നു ബൈജക്റ്റീവായിട്ട് കൺസിഡർ ചെയ്തത്. ആ കർവിൻ്റെ ഇൻവേഴ്സ്, കോട്ടിൻ്റെ ഇൻവേഴ്സ് y=x എന്ന് പറയുന്ന ലൈനിന് സിമ്മട്രിക്കായിട്ട് വരച്ചിട്ടുണ്ട്. ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നതാണ് കോട്ടിൻ്റെ ഇൻവേഴ്സ്. അടുത്ത നമ്മൾ നോക്കുന്നത് കൊസീക് എക്സിൻ്റെ ഗ്രാഫ്. ഇതാണ് കൊസീക് എക്സിൻ്റെ ഗ്രാഫ്. കൊസീക് എക്സിനെയും നമ്മൾ ബൈജക്റ്റീവായിട്ട് എടുത്തത് -90ക്കും +90ക്കും ഇടയ്ക്കാണ്. അവിടെ 0 എന്ന് പറയുന്ന ആ പോയിന്റിൽ മാത്രം കൊസീക്ക് ഡിഫൈൻഡ് അല്ല. ഇതിൻ്റെ ഇൻവേഴ്സിൻ്റെ ഗ്രാഫ് റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നതാണ് കൊസീക്കിൻ്റെ ഇൻവേഴ്സ്. y=x എന്ന് പറയുന്ന ലൈനിന് സിമ്മട്രിക്കാണ് കൊസീക്കിൻ്റെ ഇൻവേഴ്സും കൊസീക്കും. അടുത്തത് സീക്ക് എക്സിൻ്റെ ഗ്രാഫ്. സീക്കിനെ നമ്മൾ ബൈജക്റ്റീവായിട്ട് എടുത്തത് 0 to π എന്ന് പറയുന്ന പോർഷനിലാണ്. അവിടെ y=x എന്ന് പറയുന്ന ലൈനിന് സിമ്മട്രിക്കായിട്ട് ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നതാണ് സീക്ക് എക്സിൻ്റെ ഗ്രാഫ്. y=x എന്ന് പറയുന്ന ലൈൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് സിമ്മട്രിക് ആയിരിക്കും സീക്കിൻ്റെ ഇൻവേഴ്സ്. റെഡ് കളറിൽ വന്നിരിക്കുന്നതാണ് സീക്കിൻ്റെ ഇൻവേഴ്സ്. നമ്മുടെ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസിൻ്റെ ഡൊമൈനും റേഞ്ചുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ കോളത്തിൽ കൊടുത്തിരിക്കുന്നത് ഇൻവേഴ്സ് ഫങ്ഷൻ, രണ്ടാമത്തെ കോളത്തിലുള്ളത് അതിൻ്റെ ഡൊമൈൻ, ലാസ്റ്റുള്ള കോളത്തിൽ അതിൻ്റെ റേഞ്ച്. ഇത് ഓരോന്നും ഇൻവേഴ്സ് ഫംഗ്ഷൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചസ് കൂടിയാണ്. ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യുമ്പോൾ നമുക്ക് പല പല ബ്രാഞ്ചസ് കിട്ടുമെന്ന് നമ്മൾ പഠിച്ചായിരുന്നു. അതിൽ ഒരു ബ്രാഞ്ചിനെ നമ്മൾ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ആക്കി നിർത്തും. അത് വെച്ചിട്ടാണ് നമ്മൾ ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സൈൻ ഇൻവേഴ്സ് ഫ്രം ക്ലോസ്ഡ് -1 1 to ക്ലോസ്ഡ് -π/2 π/2. കോസ് ഇൻവേഴ്സ് ഈസ് ഫ്രം closed -1 1 to closed 0π. cosec inverse is from r minus open -1 1 to closed -π/2 π/2 minus set 0. sec inverse capital R minus open -1 1 to closed 0π minus set π/2. tan inverse is from capital R to open -π/2 π/2. cot inverse is from capital R to ഓപ്പൺ 0π. ഇവിടെ നമുക്ക് ഒരു പ്രത്യേകത മനസ്സിലാക്കാം. സൈനിൻ്റെ ഇൻവേഴ്സ്, കൊസീക്കിൻ്റെ ഇൻവേഴ്സ്, ടാനിൻ്റെ ഇൻവേഴ്സ്, ഈ മൂന്ന് ഫംഗ്ഷൻ്റെയും പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിന് ഒരു സാമ്യമുണ്ട്. സൈൻ ഇൻവേഴ്സിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ക്ലോസ്ഡ് -π/2 π/2 ആണെങ്കിൽ കൊസീക്ക് ഇൻവേഴ്സിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് -π/2 π/2 നിന്ന് അതിൻ്റെ മിഡ് വാല്യൂ 0 എന്ന് പറയുന്ന ഒരു നമ്പർ മൈനസ് ചെയ്യുന്നതാണ്. എന്നാൽ ടാനിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഓപ്പൺ -π/2 π/2 ആണ്.
അപ്പോൾ ഇവർ 3 പേരും, അതായത് സൈൻ ഇൻവേഴ്സും കൊസീക്ക് ഇൻവേഴ്സും ടാൻ ഇൻവേഴ്സും, സൈൻ ഇൻവേഴ്സും കൊസീക്ക് ഇൻവേഴ്സും ടാൻ ഇൻവേഴ്സും -π/2 π/2 എന്നുള്ള ഇൻ്റർവെല്ലുമായിട്ട് ബന്ധപ്പെട്ടവരാണ്. അതുപോലെ അടുത്ത 3 ഫങ്ഷൻസ്, അതായത് കോസ് ഇൻവേഴ്സ്, സീക്ക് ഇൻവേഴ്സ്, കോട്ട് ഇൻവേഴ്സ്. കോസ് ഇൻവേഴ്സിന് ക്ലോസ്ഡ് 0π ആണ്. സീക്ക് ഇൻവേഴ്സിന് ക്ലോസ്ഡ് 0πയിൽ നിന്നും അതിൻ്റെ മധ്യഭാഗത്ത് വരുന്ന π/2 എന്ന് പറയുന്ന പോയിൻ്റ് മൈനസ് ചെയ്തിരിക്കുന്നു. കോട്ട് ഇൻവേഴ്സിന് ഓപ്പൺ 0π ആണ്. അപ്പോൾ കോസ് ഇൻവേഴ്സും സീക്ക് ഇൻവേഴ്സും കോട്ട് ഇൻവേഴ്സും ഏത് ഇൻ്റർവെല്ലുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? 0π എന്ന് പറയുന്ന ഇൻ്റർവെല്ലുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഇവിടെ കാണിച്ചിട്ടുണ്ട്. സൈൻ ഇൻവേഴ്സും കൊസീക്ക് ഇൻവേഴ്സും ടാൻ ഇൻവേഴ്സുമാണ് ഏത് ഇൻ്റർവെല്ലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? -π/2 π/2മായി ബന്ധപ്പെട്ടിരിക്കുന്നത്. അതുപോലെ കോസ് ഇൻവേഴ്സ്, സീക്ക് ഇൻവേഴ്സ്, കോട്ട് ഇൻവേഴ്സ് ഇവർ 3 പേരും 0π എന്നുള്ള ഇൻ്റർവെല്ലുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്നത് നമ്മൾ ഫസ്റ്റ് ഇയറിലും ചെറിയ ക്ലാസ്സുകളിലും ഒക്കെ പഠിച്ചിട്ടുള്ള ട്രിഗണോമെട്രിക് ഫങ്ഷൻസിൻ്റെ വാല്യൂസാണ്. 0, π/6, π/4, π/3, π/2 ഇത്രയും ആംഗിൾസ് തന്നിട്ടുണ്ട്. അതിനനുസരിച്ച് സൈനിൻ്റെയും കോസിൻ്റെയും ടാനിൻ്റെയും വാല്യൂസാണ് ഈ ടേബിളിൽ തന്നിരിക്കുന്നത്. ഇത് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. സൈൻ 0 0, സൈൻ π/6 എന്ന് പറഞ്ഞാൽ 1/2, സൈൻ π/4 1/√2, സൈൻ π/3 √3/2, സൈൻ π/2 1. അങ്ങനെ കോസിൻ്റെ വാല്യൂസ്, ടാനിൻ്റെ വാല്യൂസ്. ഈ 3 പേരുടെ വാല്യൂസ് അറിയാമെന്നുണ്ടെങ്കിൽ ബാക്കി 3 പേരുടെ കൊസീക്കിൻ്റെയും സീക്കിൻ്റെയും കോട്ടിൻ്റെയും കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാം. സൈനിൻ്റെ റെസിപ്രോക്കലാണ് കൊസീക്ക്, കോസിൻ്റെ റെസിപ്രോക്കലാണ് സീക്ക്, ടാനിൻ്റെ റെസിപ്രോക്കലാണ് കോട്ട്. അതുകൊണ്ട് ഈ 3 ഫങ്ഷൻസ് വെച്ചിട്ട് ബാക്കി 3 ഫങ്ഷൻസിൻ്റെയും വാല്യൂസ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ തന്നിരിക്കുന്ന ആംഗിൾസ് 0 തൊട്ട് π/2 വരെയുള്ളതാണ്. അതായത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ വാല്യൂസാണ്. 0 തൊട്ട് 90 വരെ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ വാല്യൂസാണ്. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ എല്ലാ ഫങ്ഷൻസും പോസിറ്റീവാണ്. അതുകൊണ്ട് ആംഗിൾ എപ്പോഴും പോസിറ്റീവാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ ടേബിളിലുള്ള ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ ഈ വാല്യൂസാണ് നമ്മൾ എഴുതേണ്ടത്. ഏതെങ്കിലും ഫങ്ഷൻ്റെ ഇൻവേഴ്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടി വരുമ്പോൾ നമ്മുടെ ആംഗിൾ പോസിറ്റീവാണെന്ന് കണ്ടാൽ അത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണെന്ന് മനസ്സിലാക്കുക. അങ്ങനെ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ്, പോസിറ്റീവാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ ടേബിളിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന വാല്യൂസ് വേണം നമ്മൾ ആൻസറായിട്ട് എഴുതാൻ. നമ്മൾ പറഞ്ഞു സൈനിൻ്റെയും കൊസീക്കിൻ്റെയും ടാനിൻ്റെയും ഇൻവേഴ്സുകൾ ഒരേപോലെ -π/2 മുതൽ +π/2 വരെയുള്ള ഇൻ്റർവെല്ലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണെന്ന് പറഞ്ഞു. 0 തൊട്ട് π/2 വരെ നമുക്കറിയാം ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണെന്ന്. ഈ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ എല്ലാ ആംഗിൾസും പോസിറ്റീവാണ്. അപ്പോൾ എല്ലാം 0 തൊട്ട് π/2 വരെയുള്ള ഇവിടുത്തെ ആംഗിൾസ് എല്ലാം പോസിറ്റീവാണ്. അപ്പോൾ -π/2, 0 തൊട്ട് -π/2 വരെയുള്ള പോർഷൻ എവിടെ വരും? നെഗറ്റീവ് ആംഗിൾസ് ആയിരിക്കും. നമുക്കറിയാം ആൻറ്റി ക്ലോക്ക് വൈസ് രീതിയിലെടുക്കുന്ന ആംഗിൾസ് പോസിറ്റീവാണെന്നും ക്ലോക്ക് വൈസ് രീതിയിലെടുക്കുന്ന ആംഗിൾസ് നെഗറ്റീവാണെന്നും നമുക്കറിയാം. 0 തൊട്ട് 90 വരെയുള്ള ഇത്രയും പോർഷൻ മുകളിലേക്ക് പോകുമ്പോൾ, ആൻറ്റി ക്ലോക്ക് വൈസ് രീതിയിൽ പോകുമ്പോൾ അത് പോസിറ്റീവാണെങ്കിൽ 0 തൊട്ട് താഴോട്ട് ക്ലോക്ക് വൈസ് രീതിയിൽ പോയാൽ നമുക്ക് -π/2 കണ്ടെത്താം. അങ്ങനെ -π/2 തൊട്ട് +π/2 വരെയുള്ള ഈ പോർഷനുമായിട്ടാണ് സൈന്, കൊസീക്ക്, ടാന് ഇവരുടെ ഇൻവേഴ്സുകൾ ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പോസിറ്റീവ് ആംഗിളാണെന്ന് കണ്ടാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ടേബിളിലെ വാല്യൂസ് എടുക്കണം. നെഗറ്റീവാണ് ആംഗിളെന്ന് കണ്ടാൽ നമ്മൾ ടേബിളിലെ വാല്യൂസ് എന്താണോ അതിൻ്റെ നെഗറ്റീവ് എടുത്താൽ മതി. ടേബിളിലെ വാല്യൂസിനെ നമ്മൾ x എന്ന് വിചാരിക്കുവാണെങ്കിൽ നമുക്ക് കിട്ടിയ ആംഗിൾ പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ടേബിളിലെ വാല്യൂസ് എടുക്കുക. നമുക്ക് കിട്ടിയ ആംഗിൾ നെഗറ്റീവ് ആണെങ്കിൽ സൈനിൻ്റെയും കൊസീക്കിൻ്റെയും ടാനിൻ്റെയും ഇൻവേഴ്സുകളുടെ കേസിൽ നമുക്ക് കിട്ടിയ ആംഗിൾ നെഗറ്റീവ് ആണെങ്കിൽ എന്താണോ ടേബിളിലെ വാല്യൂ അതിൻ്റെ നെഗറ്റീവ് എടുത്താൽ മതി. x എന്താണോ അതിൻ്റെ നെഗറ്റീവ് എടുത്താൽ മതി. -x ആയിട്ട് ആംഗിൾ എടുത്താൽ മതി. ആരുടെ കേസിൽ? സൈന്, കൊസീക്ക്, ടാന് ഇവയുടെ ഇൻവേഴ്സുകളുടെ കേസിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. ഈ 3 ഫംഗ്ഷൻ്റെയും കേസിൽ ആംഗിൾ പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ടേബിളിലെ വാല്യൂസ് എടുക്കണം. ആംഗിൾ നെഗറ്റീവ് ആണെങ്കിൽ ടേബിളിലെ വാല്യൂസിന് മൈനസ് കൊടുത്താൽ മതി.
ഇനി അടുത്ത 3 ഫങ്ഷൻസിൻ്റെ കേസ് അടുത്ത പിക്ചറിലേക്ക് നോക്കൂ. 0 തൊട്ട് പൈ വരെ. 0 തൊട്ട് പൈ വരെ എന്ന് പറയുമ്പോൾ ഏത് പോർഷൻ വരും? ഫസ്റ്റ് ക്വാഡ്രൻറ്റും സെക്കൻഡ് ക്വാഡ്രൻറ്റും കൂടി ഉൾപ്പെടുന്ന ഈ മുകളിലുള്ള ഹാഫ് സർക്കിളാണ് വരുന്നത്. അപ്പോൾ 0 മുതൽ പൈ വരെയുള്ള പോർഷനുമായിട്ട് ഇൻ്റർവെല്ലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആരുടെ ഇൻവേഴ്സുകളാണ്? കോസിൻ്റെ, സീക്കിൻ്റെ, കോട്ടിൻ്റെ. അപ്പോൾ നമുക്കിവിടെയും പോസിറ്റീവ് ആംഗിൾ വരാം, നെഗറ്റീവ് ആംഗിൾ വരാം. പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പോസിറ്റീവ് ആംഗിൾ വരുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ വാല്യൂസ് ആയിരിക്കും പോസിറ്റീവായിട്ട് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച ആ ടേബിളിലെ വാല്യൂസ് എടുത്താൽ മതി. ആംഗിൾ പോസിറ്റീവ് ആണെങ്കിൽ ടേബിളിലെ വാല്യൂസ് തന്നെ എടുക്കുക. ആംഗിൾ നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം ഫസ്റ്റ് ക്വാഡ്രൻറ്റിലല്ല, അപ്പോൾ സെക്കൻഡ് ക്വാഡ്രൻറ്റിലേക്ക് വന്നു. കോസ്, സീക്ക്, കോട്ട് ഇവയുടെ ഇൻവേഴ്സിൻ്റെ കേസിലാണ് ആംഗിൾ നെഗറ്റീവ് ആയാൽ അത് സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ പോകും. അപ്പോൾ സെക്കൻഡ് ക്വാഡ്രൻറ്റിലെ വാല്യൂസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? സെക്കൻഡ് ക്വാഡ്രൻറ്റിൻ്റെ ഇവിടം വരെ പൈ ആണ്. അപ്പോൾ പൈയിൽ നിന്നും കുറച്ചാൽ മതി സെക്കൻഡ് ക്വാഡ്രൻറ്റിലെ വാല്യൂ കണ്ടുപിടിക്കാൻ. അപ്പോൾ കോസ്, സീക്ക്, കോട്ട് ഇവയുടെ ഇൻവേഴ്സിൻ്റെ കേസിൽ ആംഗിൾ പോസിറ്റീവ് ആണെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ തന്നെ വാല്യൂസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ടേബിളിലെ വാല്യൂസ് എടുക്കണം. ആംഗിൾ നെഗറ്റീവ് ആണെങ്കിൽ സെക്കൻഡ് ക്വാഡ്രൻറ്റിലെ വാല്യൂ വേണം എടുക്കാൻ. സെക്കൻഡ് ക്വാഡ്രൻറ്റിലെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കണം? പൈ മൈനസ് എക്സ് എന്ന് കൊടുത്താൽ മതി. അപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മുടെ 6 ട്രിഗണോമെട്രിക് ഫങ്ഷൻസിനെ നമ്മൾ 2 ടീമാക്കി മാറ്റി. ഒന്ന് സൈന്, കൊസീക്ക്, ടാന് ഇവയുടെ ഇൻവേഴ്സിൻ്റെ പ്രോബ്ലം വരുമ്പോൾ ആംഗിൾ പോസിറ്റീവ് ആണെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ അല്ലെങ്കിൽ ടേബിളിലെ വാല്യൂസ് എടുക്കുക. ആംഗിൾ നെഗറ്റീവ് ആണെങ്കിൽ ടേബിളിലെ വാല്യൂവിന് മൈനസ് കൊടുത്താൽ മതിയാകും. എന്നാൽ കോസ്, സീക്ക്, കോട്ട് ഇവയുടെ ഇൻവേഴ്സിൻ്റെ കേസിൽ ആംഗിൾ പോസിറ്റീവ് ആണെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ വാല്യൂ എടുക്കുക. ആംഗിൾ നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ പൈ മൈനസ് എക്സ് എന്ന് വേണം വാല്യൂ കൊടുക്കാൻ. പ്രോബ്ലംസ്. ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ദി ഫോളോയിങ്. താഴെ തരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ കണ്ടുപിടിക്കണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സൈൻ ഇൻവേഴ്സ് 1/√2. നമ്മുടെ ആംഗിൾ നോക്കണം. സൈൻ ഇൻവേഴ്സിൻ്റെ ബ്രാക്കറ്റിലുള്ള ആംഗിൾ പോസിറ്റീവാണ്. അതുകൊണ്ട് നമുക്ക് ടേബിളിലുള്ള വാല്യൂ എടുത്താൽ മതി. നമുക്കറിയാം 1/√2 എന്ന സൈനിന് എപ്പോഴാണ് ആൻസർ വരിക? സൈൻ π/4 = 1/√2 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ സൈൻ അപ്പുറത്ത് പോകുമ്പോൾ സൈൻ ഇൻവേഴ്സ് ആകും. π/4 ഇവിടെ കിടന്നിട്ട് സൈൻ ഇൻവേഴ്സ് 1/√2. സൈൻ എന്ന് പറയുന്നത് ഈക്വൽ സൈൻ്റെ റൈറ്റ് സൈഡിലേക്ക് പോകുന്നതായി കരുതുക. അപ്പോൾ സൈൻ ഇൻവേഴ്സ് 1/√2 എന്ന് റൈറ്റ് സൈഡിൽ വരും. ഇവിടെ π/4 ഒറ്റയ്ക്കാവും. അപ്പോൾ സൈൻ ഇൻവേഴ്സ് 1/√2ൻ്റെ വില നമുക്ക് എന്തെഴുതാം? π/4 എന്ന് എഴുതാം. therefore പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് 1/√2 = π/4. ആംഗിൾ പോസിറ്റീവ് ആണെങ്കിൽ ടേബിളിലെ വാല്യൂ എടുത്താൽ മതിയാവും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സൈൻ ഇൻവേഴ്സ് -1/√2. ഇവിടെ ആംഗിൾ നെഗറ്റീവാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, സൈനിൻ്റെയും കൊസീക്കിൻ്റെയും ടാനിൻ്റെയും ഇൻവേഴ്സിൻ്റെ കേസിലാണ് നെഗറ്റീവ് ആംഗിൾ വന്നാൽ എന്ത് ചെയ്യണം? ടേബിളിലെ വാല്യൂവിന് നെഗറ്റീവ് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ എക്സ് ഇസ് നെഗറ്റീവ്. നമ്മൾ ടേബിളിലെ വാല്യൂ ആദ്യം എഴുതി നോക്കുക. സൈൻ π/4 = 1/√2. സൈൻ, കൊസീക്ക്, ടാൻ ആ ടീമിലുള്ളവർക്ക് ആംഗിൾ നെഗറ്റീവ് ആയാൽ ടേബിളിലെ വാല്യൂവിന് നെഗറ്റീവ് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് -1/√2 = എന്ത് കൊടുക്കാം? π/4 എന്നുള്ളതിന് -π/4 എന്ന് കൊടുത്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് കോസ് ഇൻവേഴ്സ് √3/2. ഇവിടെയും ആംഗിൾ പോസിറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് ടേബിളിലെ വാല്യൂ എടുത്താൽ മതി. എപ്പോഴാണ് കോസിന് √3/2 എന്ന് ആൻസർ വരുന്നത്? കോസ് π/6 = √3/2. അതുകൊണ്ട് പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് കോസ് ഇൻവേഴ്സ് √3/2 എന്തെഴുതാം? π/6 എന്ന് നമുക്ക് എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് കോസ് ഇൻവേഴ്സ് -1/2. ഇവിടെ ആംഗിൾ നെഗറ്റീവാണ്. കോസ്, സീക്ക്, കോട്ട് ഈ 3 ഫങ്ഷൻസിൻ്റെ ഇൻവേഴ്സിന് നെഗറ്റീവ് ആംഗിൾ വരുമ്പോൾ എന്ത് ചെയ്യണം? ടേബിളിലെ വാല്യൂ എടുക്കുക, എന്നിട്ട് പൈ മൈനസ് എക്സ് എന്ന് കൊടുക്കണം. നമുക്ക് പോസിറ്റീവായിട്ട് വരുമ്പോൾ ടേബിളിലെ വാല്യൂ എന്താണെന്ന് നോക്കാം. 1/2 എന്നാണ് വരുന്നതെങ്കിൽ കോസ് എപ്പോഴാണ് 1/2 വരുന്നത്? കോസ് π/3 ആണ് 1/2. ഇവിടെ ആംഗിൾ നെഗറ്റീവ് ആയതുകൊണ്ട് പ്രിൻസിപ്പൽ വാല്യൂ എടുക്കുമ്പോൾ എന്ത് വേണം? പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് കോസ് ഇൻവേഴ്സ് -1/2 =
പൈ മൈനസ് ടേബിളിലെ വാല്യൂ നമുക്ക് π/3 എന്നായിരുന്നു കിട്ടിയത്. പൈ മൈനസ് π/3 എന്ന് കൊടുക്കണം. പൈ മൈനസ് π/3 എന്താ? LCM 3 എടുക്കുക. മുകളിൽ 3π മൈനസ് π എന്ന് വരും. ദെർഫോർ ആൻസർ ഈസ് 2π/3. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ടാൻ ഇൻവേഴ്സ് 1. ടാൻ ഇൻവേഴ്സ് 1ൻ്റെ വില കണ്ടുപിടിക്കണം. ടാൻ എപ്പോഴാണ് 1 ആകുന്നത്? നമുക്കറിയാം ടാൻ π/4 ആണ് 1. ഇവിടെ ആംഗിൾ പോസിറ്റീവാണ്, അതുകൊണ്ട് ടേബിളിലെ വാല്യൂ എടുത്താൽ മതി. ടാൻ π/4 1 ആയതുകൊണ്ട് ടാൻ ഇൻവേഴ്സ് 1 എന്തായിരിക്കും? π/4 ആയിരിക്കും. പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ടാൻ ഇൻവേഴ്സ് 1 ഈസ് ഈക്വൽ ടു π/4. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ടാൻ ഇൻവേഴ്സ് -√3. ആംഗിൾ ഇവിടെ നെഗറ്റീവാണ്. സൈൻ, ടാൻ, കൊസീക്ക് ഇവരെയാണ് ആംഗിൾ നെഗറ്റീവ് വന്നാൽ ടേബിളിലെ വാല്യൂവിൻ്റെ നെഗറ്റീവ് എടുക്കുന്നത്. നമുക്കറിയാം ടേബിളിലെ വാല്യൂ അനുസരിച്ച് പോസിറ്റീവ് √3 ആണെങ്കിൽ ആൻസർ എന്ത് വരും? ടാൻ π/3 ആണ് √3 ആവുന്നത്. അപ്പോൾ നമുക്ക് -√3 വരണമെങ്കിൽ ആംഗിളിന് നെഗറ്റീവ് കൊടുത്താൽ മതി. Therefore the principal value of tan inverse -√3 is equal to π/3 എന്ന ടേബിളിലെ വാല്യൂ ആയിരുന്നു. അതിന് നമ്മൾ നെഗറ്റീവ് കൊടുത്താൽ മതി, -π/3. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സീക്ക് ഇൻവേഴ്സ് 2. സീക്ക് എപ്പോഴാണ് 2 ആകുന്നത്? പോസിറ്റീവാണ് ഇവിടെ ആംഗിൾ. സീക്ക് π/3 ആണ് 2 ആകുന്നത്. അതുകൊണ്ട് സീക്ക് ഇൻവേഴ്സ് 2 എന്തായിരിക്കും? ടേബിളിലെ വാല്യൂ തന്നെ കൊടുത്താൽ മതി, ആംഗിൾ പോസിറ്റീവ് ആയതുകൊണ്ട്. Therefore പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സീക്ക് ഇൻവേഴ്സ് 2 is equal to π/3. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സീക്ക് ഇൻവേഴ്സ് -2/√3. സീക്ക് തന്നെയാണ്, പക്ഷേ ആംഗിൾ നെഗറ്റീവാണ്. നെഗറ്റീവ് ആകുമ്പോൾ എന്ത് വേണം? സീക്ക് ആരുടെ കൂടെ ഉള്ളതാണ്? കോസ്, സീക്ക്, കോട്ട് ഇവർ 3 പേരുമാണ് ഒരു ടീം. അവർ നെഗറ്റീവ് വന്നാൽ എന്തെടുക്കണം? പൈ മൈനസ് ടേബിളിലെ വാല്യൂ എടുക്കണം. പോസിറ്റീവായിട്ട് വരുന്നതാണ് ടേബിളിലെ വാല്യൂ. നമുക്കറിയാം സീക്ക് π/6 ആണ് 2/√3. ടേബിളിലെ വാല്യൂ പോസിറ്റീവായിട്ടുള്ളത് നമ്മൾ എടുത്ത് നോക്കുന്നു. സീക്ക് π/6 ആണ് 2/√3. അപ്പോൾ സീക്ക് ഇൻവേഴ്സ് 2/√3 എന്ന് പറയുന്നത് π/6 വരും. നമുക്ക് വേണ്ടത് സീക്ക് ഇൻവേഴ്സ് -2/√3 ആണ്. അതുകൊണ്ട് പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സീക്ക് ഇൻവേഴ്സ് -2/√3 ഈസ് ഈക്വൽ ടു പൈയിൽ നിന്നും ആരെ കുറയ്ക്കണം? ടേബിളിലെ വാല്യൂ ആയിട്ട് കിട്ടിയ π/6 കുറയ്ക്കണം. പൈ മൈനസ് π/6 ഈക്വൽ ടു എത്ര വരും? 5π/6. ഇവിടെ നമ്മൾ സൈനിൻ്റെ പോസിറ്റീവും നെഗറ്റീവുമുള്ള വാല്യൂസ് കണ്ടുപിടിച്ചു. കോസിൻ്റെ പോസിറ്റീവ് വരുന്നതും നെഗറ്റീവ് വരുന്നതും കണ്ടുപിടിച്ചു. ടാനിൻ്റെ പോസിറ്റീവും നെഗറ്റീവും കണ്ടുപിടിച്ചു. സീക്കിൻ്റെയും പോസിറ്റീവും നെഗറ്റീവും കണ്ടുപിടിച്ചു. കൊസീക്കും ചെയ്തിട്ടില്ല, ഇവിടെ കോട്ടും ചെയ്തിട്ടില്ല. അത് നിങ്ങൾ അസൈൻമെൻ്റ് ആയിട്ട് ചെയ്യണം, ഞാൻ പ്രോബ്ലം തരാം. കൊസീക്ക് ചെയ്യുന്നത് സൈനും ടാനും ചെയ്ത പോലെ തന്നെയാണ്. പോസിറ്റീവ് ആണെങ്കിൽ ടേബിളിലെ വാല്യൂ എടുക്കുക, ആംഗിൾ നെഗറ്റീവ് ആണെങ്കിൽ ടേബിളിലെ വാല്യൂവിന് മൈനസ് കൊടുക്കുക. കോട്ടിൻ്റെ കേസ് വരുമ്പം കോസും സീക്കും ചെയ്ത പോലെയാണ് കോട്ട് ചെയ്യുന്നത്. ആംഗിൾ പോസിറ്റീവ് ആണെങ്കിൽ ടേബിളിലെ വാല്യൂ കൊടുക്കുക, ആംഗിൾ നെഗറ്റീവ് ആണെങ്കിൽ പൈ മൈനസ് ടേബിളിലെ വാല്യൂ കൊടുക്കുക. അപ്പോൾ കോട്ടിൻ്റെ ക്വസ്റ്റ്യനും കൊസീക്കിൻ്റെ ക്വസ്റ്റ്യനും നമ്മളിവിടെ ചെയ്തിട്ടില്ല, അത് അസൈൻമെൻ്റ് ആയിട്ട് ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് ദി ഫോളോയിങ്. ടാൻ ഇൻവേഴ്സ് 1 പ്ലസ് കോസ് ഇൻവേഴ്സ് -1/2 പ്ലസ് സൈൻ ഇൻവേഴ്സ് -1/2. നേരത്തെ ചെയ്ത പോലെയുള്ള പ്രോബ്ലംസ് 2-3 ഒന്നിച്ച് തരുന്ന ക്വസ്റ്റ്യനാണ്. നമ്മളിവിടെ ആൻസർ എഴുതാൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടി എടുത്തെഴുതി. ടാൻ ഇൻവേഴ്സ് 1 പ്ലസ് കോസ് ഇൻവേഴ്സ് -1/2 പ്ലസ് സൈൻ ഇൻവേഴ്സ് -1/2 ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 1 എത്രയാണ്? ടാൻ എപ്പോഴാണ് 1 ആകുന്നത്? π/4 പ്ലസ് കോസ് ഇൻവേഴ്സ് -1/2. കോസ് 1/2 ആകുന്നത് പോസിറ്റീവ് ആയിരുന്നെങ്കിൽ, ഇവിടെ ആംഗിൾ നെഗറ്റീവാണ്, -1/2 എന്നാണ്. 1/2 ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് കൊടുത്തേനെ? കോസ് π/3 ആണ് 1/2. ഇവിടെ നെഗറ്റീവ് ആയതുകൊണ്ട് π/3 എന്നല്ല കൊടുക്കുന്നത്, പൈ മൈനസ് π/3 എന്ന് കൊടുക്കണം. അപ്പോൾ കോസ് ഇൻവേഴ്സ് -1/2 പകരം പൈ മൈനസ് π/3 പ്ലസ് സൈൻ ഇൻവേഴ്സ് -1/2. ഇവിടെയും ആംഗിൾ നെഗറ്റീവാണ്. സൈനിൻ്റെ കേസായതുകൊണ്ട് ടേബിളിലെ വാല്യൂ എന്താണോ അതിന് നെഗറ്റീവ് കൊടുത്താൽ മതി. സൈൻ 1/2 വരുന്നത് π/6 അപ്പോൾ സൈൻ ഇൻവേഴ്സ് -1/2 എന്ന് പറയുന്നത് -π/6. ഇവരെ 3 പേരെയും കൂടെ സിംപ്ലിഫൈ ചെയ്യുക. ആദ്യത്തേത് π/4 പ്ലസ് പൈ മൈനസ് π/3 എന്ന് പറഞ്ഞാൽ 2π/3, പിന്നെ -π/6. LCM എടുക്കുക, 12 ആണ് LCM. മുകളിൽ എന്ത് വരും? 3π പ്ലസ് 8π മൈനസ് 2π. 3π പ്ലസ് 8π എന്ന് പറഞ്ഞാൽ
11 പൈ മൈനസ് 2 പൈ. അപ്പോൾ ന്യൂമറേറ്ററിൽ 9 പൈ, താഴെ ബൈ 12. 3 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. ആൻസർ 3π/4. അടുത്ത ക്വസ്റ്റ്യൻ കോസ് ഇൻവേഴ്സ് 1/2 പ്ലസ് 2 സൈൻ ഇൻവേഴ്സ് 1/2. ആൻസർ നമ്മൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ എടുത്തെഴുതുന്നു. കോസ് ഇൻവേഴ്സ് 1/2 പ്ലസ് 2 സൈൻ ഇൻവേഴ്സ് 1/2 ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 1/2 എത്രയാണ്? ആംഗിൾ പോസിറ്റീവാണ്. ടേബിളിലെ വാല്യൂ എടുത്താൽ മതി. നമുക്കറിയാം 1/2 ആകുന്നത് കോസ് 1/2 ആകുന്നത് കോസ് π/3 ആണ് 1/2. അതുകൊണ്ട് കോസ് ഇൻവേഴ്സ് 1/2ൻ്റെ വില π/3 പ്ലസ് 2 സൈൻ ഇൻവേഴ്സ് 1/2. 2 അവിടെ ആദ്യം കൊടുക്കുക ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 1/2ൻ്റെ വില. സൈൻ എപ്പോഴാണ് 1/2 ആവുന്നത്? π/6-നാണ് സൈൻ 1/2 ആവുന്നത്. അതുകൊണ്ട് സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് പറഞ്ഞാൽ π/6. ഇനി നമുക്ക് ആദ്യത്തെ ടേം π/3 പ്ലസ് 2 ഇൻറ്റു π/6 എന്താവും? 2π/3 ആവും. അപ്പോൾ π/3 പ്ലസ് π/3 ഇസ് ഈക്വൽ ടു 2π/3. അടുത്ത ക്വസ്റ്റ്യൻ ടാൻ ഇൻവേഴ്സ് √3 മൈനസ് സീക്ക് ഇൻവേഴ്സ് -2. ആൻസർ ടാൻ ഇൻവേഴ്സ് √3 മൈനസ് സീക്ക് ഇൻവേഴ്സ് -2 ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് √3യുടെ വില ആദ്യം കൊടുക്കാം. ടാൻ ഇൻവേഴ്സ് √3, ടാൻ എപ്പോഴാണ് √3 ആവുന്നത്? ആംഗിൾ പോസിറ്റീവാണ് π/3. അതുകൊണ്ട് ടാൻ ഇൻവേഴ്സ് √3 എന്ന് പറഞ്ഞാൽ π/3 മൈനസ് സീക്ക് ഇൻവേഴ്സ് -2. സീക്കാണ്, കോസിൻ്റെ ടീമിലുള്ളതാണ്. ആംഗിൾ ഇവിടെ നെഗറ്റീവാണ്. അതുകൊണ്ട് പൈ മൈനസ് ടേബിളിലെ വാല്യൂ വേണം കൊടുക്കാൻ. സീക്ക് എപ്പോഴാണ് 2 ആകുന്നത്? പ്ലസ് 2 ആകുന്നത് എപ്പോഴാണ്? സീക്ക് 2 ആകുന്നത് π/3ക്കാണ്. അപ്പോൾ സീക്ക് -2 ആകുന്നത് കണ്ടുപിടിക്കാൻ പൈ മൈനസ് π/3 കൊടുത്താൽ മതി. അപ്പോൾ π/3 ആദ്യം ടാൻ ഇൻവേഴ്സ് √3യുടെ വില π/3 നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. മൈനസ് സീക്ക് ഇൻവേഴ്സ് -2ൻ്റെ വില പൈ മൈനസ് π/3 ഇസ് ഈക്വൽ ടു ആദ്യത്തെ π/3 അതുപോലെ എഴുതി. മൈനസ് പൈ മൈനസ് π/3യുടെ വില 2π/3 ഇസ് ഈക്വൽ ടു ഡിനോമിനേറ്റർ സെയിം ആണ് 3. അപ്പോൾ പൈ മൈനസ് 2π എന്ന് പറഞ്ഞാൽ മുകളിൽ -π വരും. ദെർഫോർ ആൻസർ ഈസ് -π/3. അടുത്ത ക്വസ്റ്റ്യൻ ഇഫ് സൈൻ ഇൻവേഴ്സ് x ഇസ് ഈക്വൽ ടു y ദെൻ 4 ചോയ്സ് തന്നിട്ടുണ്ട്. എ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു y ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ. ബി -π/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു y ലെസ് ദാൻ ഓർ ഈക്വൽ ടു π/2. സി 0 ലെസ് ദാൻ y ലെസ് ദാൻ പൈ. ഡി -π/2 ലെസ് ദാൻ y ലെസ് ദാൻ π/2. അപ്പം 4 ചോയ്സിലും നമുക്ക് വൈയുടെ വിലയാണ് കണ്ടുപിടിക്കേണ്ടത്. വൈ എവിടം മുതൽ എവിടം വരെ പോകുന്നുണ്ട് എന്നുള്ള ആ ഇൻ്റർവെലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് തന്നിരിക്കുന്നത് സൈൻ ഇൻവേഴ്സ് x ഇസ് ഈക്വൽ ടു y എന്നാണ്. സൈൻ ഇൻവേഴ്സ് x ഇസ് ഈക്വൽ ടു y എന്ന് വെച്ചാൽ എന്താണ്? ഈ സൈൻ ഇൻവേഴ്സ് ഈക്വൽ സൈൻ അപ്പുറത്തേക്ക് പോകുന്നു എന്ന് കരുതുക. അപ്പോൾ വൈയുടെ കൂടെ സൈൻ വരും. സൈൻ y ഇസ് ഈക്വൽ ടു x എന്ന് വരും. അപ്പോൾ സൈൻ ഇൻവേഴ്സ് x ഇസ് ഈക്വൽ ടു y മീൻസ് ദാറ്റ് എന്താണ്? സൈൻ y ഇസ് ഈക്വൽ ടു x. സൈൻ y ഇസ് ഈക്വൽ ടു x എന്ന് പറഞ്ഞാൽ നമുക്ക് വൈയുടെ ഇൻ്റർവെലാണ് കണ്ടുപിടിക്കേണ്ടത്. y എവിടെ മുതൽ എവിടം വരെ പോകും? സൈനിൻ്റെ ഡൊമെയിൻ എന്താണോ ആ ഡൊമെയിനിലുള്ള വാല്യൂസ് ആയിരിക്കും y സ്വീകരിക്കുന്നത്. കാരണം സൈനിൻ്റെ ആംഗിളാണ് ഇവിടെ y. അതുകൊണ്ട് സൈനിൻ്റെ ഡൊമെയിൻ എന്താണോ ആ ഡൊമെയിനിലുള്ള വാല്യൂസ് ആയിരിക്കും y സ്വീകരിക്കുന്നത്. ദി ഡൊമെയിൻ ഓഫ് ദി ബൈജക്റ്റീവ് ഫംഗ്ഷൻ സൈൻ y ഈസ്, സൈനിൻ്റെ ഡൊമെയിൻ എന്താണ്? ക്ലോസ്ഡ് -π/2 പ്ലസ് π/2 ആണ് സൈനിൻ്റെ ബൈജക്റ്റീവ് ആകുമ്പോഴുള്ള ഡൊമെയിൻ. കാരണം നമ്മൾ പഠിച്ചിട്ട് സൈനിനെ ബൈജക്റ്റീവ് ആക്കുമ്പോൾ സൈൻ ഇൻവേഴ്സ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എവിടെ നിന്ന് എവിടേക്കാണ്? ക്ലോസ്ഡ് -1 1 to -π/2 π/2 ആണ്. സൈൻ ഇൻവേഴ്സിൻ്റെ റേഞ്ചാണ് സൈനിൻ്റെ ഡൊമെയിൻ. ഇവിടെ സൈൻ ഇൻവേഴ്സിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് -π/2 π/2 ആണ്. അതായിരിക്കും ആരുടെ ഡൊമെയിൻ? സൈനിൻ്റെ ഡൊമെയിൻ. സൈനിൻ്റെ ഡൊമെയിനിൽ നിന്നാണ് ഇവിടെ y വാല്യൂ ശേഖരിക്കുന്നത്. അതുകൊണ്ട് വൈയുടെ വാല്യൂ എവിടം മുതൽ എവിടം വരെ വരികയുള്ളൂ? -π/2 മുതൽ π/2 വരെ. സോ y മസ്റ്റ് ബി ബിറ്റ്വീൻ -π/2 ആൻഡ് π/2. ദെർഫോർ ആൻസർ ഈസ് -π/2 തൊട്ട് +π/2 വരെ y വാല്യൂ സ്വീകരിക്കുന്നത് എവിടെയാണ്? ഏത് ഓപ്ഷനിലാണ്? ബി എന്ന് പറയുന്ന ഓപ്ഷനിലാണ് വൈയുടെ വില -π/2 മുതൽ +π/2 വരെ നിൽക്കുന്നത്. ദെർഫോർ ദി ആൻസർ ഈസ് ബി, -π/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു y ലെസ് ദാൻ ഓർ ഈക്വൽ ടു π/2.